ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടെ പൊട്ടിക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ. ഇതിൻ്റെ അപ്പരനെ ഓർ അനിയനെ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവും. ഞാൻ അതിനേക്കാളും കുറച്ചുകൂടെ പൈസ കുറവ് നോക്കിയിട്ട് മേടിച്ചൊരു സംഭവമാണ്. ഇത് നമ്മുടെ ഒരു സ്റ്റോറേജ് കണ്ടെയ്നറാണ്. നമുക്കിതിൽ എല്ലാ ഡ്രൈ ഫ്രൂട്ട് ഇടാം. പക്ഷേ കോമൺലി ഇതിൽ പരിപ്പ്, പയർ, കടല, മുതിര, ഉഴുന്ന്, അരി ഇതുപോലത്തെ സാധനങ്ങൾ ഇടാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ ക്യാൻഡിമാൻ്റെ ഒരു കലവറ തന്നെയാണുള്ളത്. ഒരുപാട് ടിന്നുണ്ട് ഇതിലാണ് ഇടാറുള്ളത്. ഇതിലാണെങ്കിൽ 1 കിലോ, 1/2 കിലോ അത്രയും നമ്മൾ ക്വാണ്ടിറ്റി നമുക്ക് കൊള്ളും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 10 ലിറ്ററാണ് ഇതിൻ്റെ സ്പേസ് വരുന്നത്. പരിപ്പ് ഇട്ടപ്പോഴാണ് അതിൽ കുറച്ച് പ്രാണി കണ്ടു. പക്ഷേ പ്രാണിയൊന്നും വരാൻ പാടില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് കളക്ട് ചെയ്യാനും പറ്റും. ഞെക്കി കൊടുത്താൽ മതി. പരിപ്പ് ഇപ്പോൾ ഇടുന്നില്ല, പുതിയ പരിപ്പ് വാങ്ങിച്ചിട്ടിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ക്യാൻഡിമാൻ്റെ 10 ടിന്നാണ് ഗൈസ് ഞാൻ മാറ്റിയത്. അത്രയും നമുക്ക് സ്പേസ് ലാഭിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ഇത് അടച്ച് വെക്കുന്നതിനേക്കാൾ മുമ്പ് പ്രാണിയും മുച്ചും വരാണ്ടിരിക്കാനായിട്ട് കുറച്ച് കുരുമുളക് പൊടി വിതറ വേണമെങ്കിൽ നമുക്ക് മറ്റേ കറുകപ്പട്ട അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഉച്ചും പ്രാണിയൊന്നും വരില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിന് 918 രൂപയാണ് കേട്ടോ. മറ്റേ പ്രൊഡക്റ്റിന് 1000 ചില്ലാൻ വരുന്നുണ്ട്. അതും ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വയ്ക്കാൻ മതി, സാധനം താഴേക്ക് എത്തിക്കോളും. നല്ല രസമാണ് നമ്മുടെ അടുക്കളയിൽ ഇത് ഇരിക്കുന്നത് തന്നെ കാണാനായിട്ട്. ലിങ്ക് ഞാൻ റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ് ടാഗ് ചെയ്യാം.